നമ്മൾ ക്ലെയിമായിട്ട് ആവശ്യപ്പെടുന്നില്ല. പക്ഷേ നമുക്ക് അർഹതയുണ്ട്. ആ അർഹതക്കനുസരിച്ചിട്ടുള്ള ഒരു അംഗീകാരം നമുക്ക് കിട്ടും തന്നെയാണ് ഞങ്ങൾ ഒരു കോൺവെർസേഷനിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, അതൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. എത്ര സീറ്റ് കിട്ടും എന്താണെന്നുള്ളതും അത് നമുക്ക് പറയാൻ കഴിയില്ല. അത് പിന്നെ വിന്നബിൾ പോസിബിലിറ്റി ഉണ്ട്. ഇത് ആകെ കുറച്ച് സീറ്റേ ഉള്ളൂ. ഇതിപ്പം ഒരുപാട് മണ്ഡലങ്ങളൊന്നും നമുക്കില്ല. അപ്പോൾ ഉള്ള മണ്ഡലത്തിൽ നമ്മൾ യൂത്തിനെ എവിടെ ഉൾപ്പെടുത്തുന്നത് പാർട്ടിയെ തീരുമാനിക്കുക. അപ്പോൾ പാർട്ടിയുടെ തീരുമാനിച്ചതനുസരിച്ച് ഞങ്ങൾ അതിനുള്ള UDF വരിക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യം. അല്ല, UDFിനോട് സീറ്റ് ഞങ്ങൾ നേരത്തെ ഒരു സമവായത്തിലൂടെ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ സീറ്റ് വാങ്ങി അങ്ങനെയുള്ള ഒരു ക്ലെയിം എന്ന നിലക്കല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ UDF അധികാരത്തിൽ വരുന്നതിന് വേണ്ടി വിട്ടുവീഴ്ചയോട് കൂടി ഒരുപാട് മുന്നണികൾ നമ്മുടെ കൂടെ വരാൻ തയ്യാറായി വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരെയും പരിഗണിച്ച് നല്ല രീതിയിലുള്ള നല്ലൊരു കാൻഡിഡേറ്റ്സ് ലിസ്റ്റായിരിക്കും UDF ഈ സമൂഹത്തിന് മുന്നിൽ വെക്കുക. നയപരമായിട്ടുള്ള കാര്യമാണത്. പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർട്ടി വളരെ ഗൗരവപൂർവ്വം എന്താണെന്നുള്ളതിൻ്റെ കാര്യം ഞങ്ങൾക്ക് അതിനായിട്ടുള്ള അഭിപ്രായം പിന്നെ പറയുമ്പോൾ പാർട്ടിയോട് അതുമായി ആലോചിക്കണം. ഒരു വളരെയധികം ഒരു സെൻസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷവും ഒക്കെ ആലോചിച്ചതിന് ശേഷം ഞങ്ങളത് ഏതാണ് രീതിയിലുള്ള ഒരു ക്ലെയിം നമ്മൾ നടത്തും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായും ഡിവൈഎഫിലൊക്കെ അവർ നടത്തിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വലിയ ക്യാമ്പയിനാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പം അവർ UDFിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഒരു യൂത്ത് ഉണ്ടായ ഒരു അപജയമായി കൊണ്ടുവരുന്നു. അതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കാൻ സാധിക്കും UDFിലെ യൂത്തിലേക്ക്? അല്ല, ഇവിടെ ഞങ്ങൾ ഒരുപാട് ജീവകാരുണ്യം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. പക്ഷേ ഞങ്ങൾ അത് പറഞ്ഞിട്ട് വോട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്രയോ കാലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു പാർട്ടിക്കും ഞങ്ങളെ കവച്ചേക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ പാർട്ടിക്ക് അത് വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായും അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നതാണ്. ഇവിടെ രാഷ്ട്രീയമാണ് നമ്മൾ പറയുന്നത്. രാഷ്ട്രീയപരമായി നമ്മുടെ ആശയങ്ങളും നമ്മുടെ രാഷ്ട്രീയ നിലപാടുകൾ, ഇവിടുത്തെ ഭരണത്തിലുള്ള വീഴ്ച, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ പ്രചാരണ രംഗത്തുണ്ടാവുക. അല്ല, വനിതകളെ ലീഗ് പരിഗണിക്കും. അത് ആരാണെന്നുള്ളത് പാർട്ടി തീരുമാനിക്കും.